സിജോ സാർ നമസ്കാരം. നമസ്കാരം. തഹാവൂർ റാണ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 2011 ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് അതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതായത് അന്ന് US പറഞ്ഞത് തഹാവൂർ റാണ ഇതിൽ കുറ്റക്കാരനല്ല എന്നാണ്. അപ്പം നരേന്ദ്രമോദി അന്ന് ട്വീറ്റ് ഇട്ടത് ഇത് ഇന്ത്യൻ പരമാധികാരത്തിലേക്കുള്ള US-ന്റെ കടന്നുകയറ്റമാണെന്ന് ഇട്ടു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി, ഗംഗയിൽ നിന്ന് ഒരുപാട് ജലമൊഴുകി കടലിലേക്ക് പോയി. ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നപ്പോൾ പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് US ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുകയാണ് തഹാവൂർ റാണയെ. അപ്പോൾ തഹാവൂർ റാണ ഇങ്ങോട്ടേക്ക് വിടുമ്പോൾ ഒരുപാട് കോൺസ്പിറസീസ് അതിന്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും വലിയൊരു കോൺസ്പിറസി ഞാൻ കേട്ടത്, എനിക്ക് 2-3 കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വേണം. ഞാൻ കേട്ടത് US-ന് ഈ മുംബൈ ഭീകരാക്രമണത്തിൽ ഒരു പങ്കുണ്ട് എന്ന രീതിയിൽ ഒരു സംസാരം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തഹാവൂർ റാണയെ ഇങ്ങോട്ടേക്ക് US വിടുമ്പോൾ പോലും അവരുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവുകളും പുറത്ത് വിടാത്ത രീതിയിലാണ് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് എന്നൊരു കരക്കമ്പി ഉണ്ടായിരുന്നു, ഒന്നാമത്തെ കാര്യം. പക്ഷേ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ രണ്ടാമത് US ഇയാളുടെ മൊഴികളും മറ്റു കാര്യങ്ങളും ഡോക്യുമെന്റ്സും എല്ലാം ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട് അവരുടെ കസ്റ്റഡിയിലുള്ളപ്പോൾ തന്നെ എന്നും നമ്മൾ കേട്ടു. ഇനി രണ്ടാമത്തെ കാര്യമാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. അതായത് നമ്മുടെ രാജ്യത്ത് അന്ന് ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്ക് ഈ മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ച് അറിയാമായിരുന്നു. ഈ മുംബൈ ഭീകരാക്രമണം അവരുകൂടെ അറിഞ്ഞുകൊണ്ടാണ് ആസൂത്രണം ചെയ്തത് എന്നുള്ള വളരെ വലിയ ഒരു ആരോപണം ഇപ്പോൾ പല ഭാഗത്തുനിന്നും കേൾക്കുന്നുണ്ട്. നമ്മുടെ നാഷണൽ മീഡിയാസ് ഒക്കെ അത് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ നാഷണൽ മീഡിയാസിലെ പ്രശസ്തരായിട്ടുള്ള യൂട്യൂബേഴ്സ്, യൂട്യൂബ് മീഡിയ ചാനൽസ് ഇതെല്ലാം വളരെ ഇതായിട്ട് അത് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതായത് നമ്മുടെ ഭരിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കാനായിട്ട് ഒരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഭീകരന്മാർക്ക് കൂട്ടുനിൽക്കുക, ഇത് വിശ്വസനീയമാണ്? ഇതിന് പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് നമ്മള് ഈ മുംബൈ ഭീകരാക്രമണത്തെ കാണുന്നത് പാകിസ്ഥാനിൽ ജനറേറ്റ് ചെയ്ത ലഷ്കർ തോയ്ബിന്റെ 10ഓളം ആൾക്കാര് മുംബൈയിൽ വന്നിട്ട് താജും ഓബ്രോയി അടക്കമുള്ള സെന്റേഴ്സ് ആക്രമിച്ചു എന്നുള്ളതാണ് നമ്മളുടെ ആ സമയത്തുണ്ടായിരുന്ന ഒരു മീഡിയ നരേറ്റീവ്. അപ്പം ഇവര് വന്ന സമയത്ത് ഇവരെല്ലാവരും സൂയിസൈഡ് സ്ക്വാഡായിട്ടാണ് വന്നത്. എന്ന് പറഞ്ഞാൽ അവര് ജീവനോടെ തിരിച്ചു പോകാൻ വേണ്ടി വന്ന ആൾക്കാരല്ല. ലഷ്കർ തോയ്ബയുടെ സൂയിസൈഡ് സ്ക്വാഡായിട്ട് മുസാഫറാബാദിൽ ട്രെയിനിങ് എടുത്തിട്ട് വന്ന ആൾക്കാരാണ്. അവരെ മുംബൈയുടെ തീരങ്ങളിൽ ഇവരെ കൊണ്ട് ഇറക്കിയ ശേഷം ഇവര് മുംബൈയിലെ മെയിൻ സെന്റേഴ്സിൽ എത്തി എന്നുള്ളതാണ് ആ ഒരു നരേറ്റീവ്. അപ്പൊ അതിലൊരു ചോദ്യം ആദ്യം തൊട്ടേ ബാക്കി ഉണ്ടായിരുന്നെന്ന് വെച്ചാല്, ഇപ്പം അവര് വന്നു, ഇവരെല്ലാം കയ്യിൽ ഹിന്ദു ഐഡന്റിറ്റി ഉള്ള കാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവരെല്ലാം മീൻസ് കയ്യിലുണ്ടായിരുന്ന 10 ആൾക്കാരുടെയും കയ്യിലുണ്ട ഐഡന്റിറ്റി കാർഡിലെല്ലാം ഹിന്ദുക്കളുടെ പേരായിരുന്നു. അതിൽ ഈ പറയുന്ന ജീവനോടൊക്കെ പിടിക്കപ്പെട്ട അജ്മൽ കസബിന്റെ പേര് സമീർ ചൗധരി എന്നായിരുന്നു. അതായത് കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് അതില് ID കാർഡിൽ പേരിട്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ 10 പേരിൽ 9 പേരും കൊല്ലപ്പെടുവാണ്. അതിൽ ആകെ പിടിക്കപ്പെട്ടത് ഈ ഇദ്ദേഹത്തെ മാത്രമേ ഉള്ളൂ, ഈ അജ്മൽ കസബിനെ മാത്രമേ ഉള്ളൂ. ഈ അജ്മൽ കസബും കൂടെ മരിച്ചില്ലായിരുന്നു എങ്കിൽ, മീൻസ് അയാളും കൂടെ മരിച്ചു എന്ന് വിചാരിക്കുക. അയാളും കൂടെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാവുന്ന നരേറ്റീവ് എന്താണ്? 10ഓളം ഹൈന്ദവ തീവ്രവാദികൾ മുംബൈയുടെ ഇത് അറ്റാക്ക് ചെയ്തു, അത് രാജ്യത്തിനെതിരെ ഇവർ യുദ്ധം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ വന്നേ. അപ്പൊ ചോദ്യം ഇതാണ്, ഒരു 10 ഐഡന്റിറ്റി കാർഡ് ഉണ്ടതിന്റെ പേരിൽ ഒരാൾക്ക് ഒരു സ്ഥലത്തുനിന്ന് വന്നതാണെന്ന് എങ്ങനെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ അജ്മൽ കസബിന്റെ കാര്യം തന്നെ. ബാംഗ്ലൂർ ഇയാൾ താമസിച്ചിട്ടുണ്ടെന്ന് തന്നെ വെക്കുക ഒരു 10 ദിവസം. പക്ഷെ അയാളുടെ അപ്പനാര് അമ്മയാര് എന്നൊക്കെ അന്വേഷിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. വെറുതെ ഒരാൾ പറഞ്ഞൊരു ഫേക്ക് ഐഡന്റിറ്റി കാർഡ് വെച്ചിട്ട് കാര്യമില്ല. ആ ഒരു സിസ്റ്റത്തിലോട്ട് പോകാനൊരു നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സംവിധാനമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ ആ സംവിധാനത്തിൽ അവരത് ആ സിസ്റ്റം ഉപയോഗിക്കില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, അല്ലെങ്കിൽ ഇവർ തന്നെ ജനറേറ്റ് ചെയ്ത ഒരു ഫേക്ക് ID കാർഡ് ജസ്റ്റ് ആ മുംബൈയുടെ തീരങ്ങളിൽ നിന്നും മുംബൈയുടെ സെൻട്രലിലോട്ട് എത്താൻ വേണ്ടി അവർ ജനറേറ്റ് ചെയ്ത ഒരു കാർഡ് എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കാണും. പ്ലസ് അതിന്റെ കൂടത്തിൽ ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും ഗ്രാവിറ്റി ഉള്ള ഒരു അറ്റാക്ക് മുംബൈയിൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ആ സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാനെ ആക്രമിക്കാൻ നിർബന്ധിതമാകും. പക്ഷേ ആ സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാനെ ആക്രമിക്കാൻ വേണ്ടി ഒരു പണിയും ചെയ്തിട്ടില്ല. അതിൽ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ആ സമയത്ത് പാകിസ്ഥാനിലുണ്ട്. ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറി ആ സമയത്ത് ഇയാളുടെ കൂടെ ഒരു 9
ആൾക്കാർ, ഒരു 9 ആൾക്കാരുമായിട്ട് ഇന്ത്യൻ ഡെലിഗേഷൻ പാകിസ്ഥാനിലുണ്ട്. ഈ മുംബൈ അറ്റാക്ക് നടത്തുക, അവർ തിരിച്ചു വരുന്നത് 1-2 ദിവസം ഡിലേ ചെയ്യിപ്പിച്ചു പാകിസ്ഥാൻ. അപ്പൊ അവര് പാകിസ്ഥാനിലുണ്ട്. അതിനേക്കാളും ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട, പാകിസ്ഥാന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഖുറേഷി, ഫുൾ നെയിം ഞാൻ മറന്നുപോയി, ഷാ മസൂദ് ഖുറേഷി ആണെന്ന് തോന്നുന്നു, അയാള് ഇന്ത്യയിലുണ്ട് ആ സമയത്ത്, ബോംബെയിലുണ്ട്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ഇതിലൊന്ന് തുടക്കം തൊട്ടേ എന്തൊക്കെയോ ഒരു എവിടെയും ഒരു രസമില്ലാതെ വരുന്ന കുറച്ച്, അതായത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കുറേ ഡോട്ട്സ് ഉണ്ട് ഈ മുംബൈ അറ്റാക്കിൽ. അപ്പം ഇതിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി നമ്മൾ തപ്പി പോകുമ്പോൾ നമുക്ക് ഇവരെ കുറിച്ച് ആദ്യമേ അറിയാവുന്ന എന്താണ്, ഇയാള് ഈ പറയുന്ന ഇപ്പൊ ഇങ്ങോട്ട് US തന്നേക്കുന്ന ഈ തഹൗർ റാണ എന്ന് പറയുന്ന ആള്, അയാള് പാകിസ്ഥാന്റെ മിലിറ്ററിയിലെ മെഡിക്കൽ വിങ്ങിലുള്ള ഒരു മേജറാണ്. അയാളെ സ്വാഭാവികമായിട്ടും അറിയാലോ, പാകിസ്ഥാൻ മിലിറ്ററി ആൻഡ് ഈ ഭീകര സംഘടനകളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ISIയുടെ കേന്ദ്രം. ഇവരെ ഇയാളെന്ന് വെച്ചാൽ ലഷ്കറിലോട്ട് ഇവരവിടെ ലഷ്കറിലോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ വിട്ടു. അത് അങ്ങനെ വിടാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2001 നമ്മുടെ 9/11 നടക്കുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിലോട്ട് അറ്റാക്ക്, അമേരിക്കൻ അറ്റാക്ക് തുടങ്ങുമ്പോൾ ആ സമയത്ത് അവിടെ നിന്നുള്ള ഈ ഭീകരരെ എല്ലാം നമ്മൾ വേറെ പാകിസ്ഥാന്റെ ആ ഏരിയയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ഏരിയയിലോട്ട് മാറ്റണം എന്നുള്ള ആവശ്യം അമേരിക്കയുടെ CIA ഭാഗത്തുനിന്നുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഈ കാശ്മീർ ഒഴിച്ചുള്ള ബാക്കി ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക് ടെററിസത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അമേരിക്ക അല്ല, അതില് പാകിസ്ഥാനാണ് അതില് മുൻകരുതുന്നത്. കാരണം ഇവര് പോറ്റി വളർത്തിയ സാധനങ്ങളെ എങ്ങോട്ടെങ്കിലും തിരിച്ചുവിട്ടില്ല, അവരപ്പുറത്ത് അമേരിക്കയ്ക്കിട്ട് പോട്ടടിക്കാൻ പറ്റും. അമേരിക്കൻ ആർമി അങ്ങോട്ട് വരും, അപ്പൊ ഇവരെ അവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പൊ ഒഴിവാക്കേണ്ട സമയത്ത് വേണ്ടി ഇവരെ വിടുവാണ് ചെയ്യുന്നത് ഇങ്ങോട്ട്. അപ്പൊ അവർ ആദ്യം ടാർഗറ്റ് ചെയ്ത ഇന്ത്യൻ ഏരിയാസ് ഉണ്ട്, അതായത് സൗത്ത് ഇന്ത്യയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വാർത്തകളിൽ കണ്ടു കാണും, ഇയാൾ എന്തിനാണ് തിരുവനന്തപുരത്ത് വന്നത്, ഇയാൾ എന്തിനാണ് തമിഴ്നാട്ടിൽ വന്നത്, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. ഏത് സിനിമാ നടീനെയാണ് കണ്ടത്, ഏത് രാഷ്ട്രീയ നേതാവിനെയാണ് കണ്ടത്, പറഞ്ഞ കുറെ ചോദ്യങ്ങളുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇന്ത്യയിലോട്ട് തിരിച്ചു വിടുന്ന സമയത്ത് ഒരു ഇക്കോസിസ്റ്റം ഇല്ലാതെ ഇവിടെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ISI ആ സമയത്ത് കറാച്ചി പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും കറാച്ചി പ്രൊജക്ട്. കറാച്ചി പ്രൊജക്ട് ISI എന്ത് ചെയ്തു, ഇന്ത്യനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി. അതിൽ ഉണ്ടായിരുന്ന ISI ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം ദാവൂദ് ഇബ്രാഹിം ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ മാവോയിസ്റ്റുകളുണ്ട്. അപ്പം ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്, ഈ മാവോയിസ്റ്റുകളെ പൂർണ്ണമായിട്ടും നിഷ്കാസനം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങളെ ഇവിടെ പിടിച്ച് ജയിലിലിട്ടാൽ പോലെ, എന്തിനാണ് കൊന്നുകളയുന്നൊക്കെ ഒരു ആഭ്യന്തരമന്ത്രി പറയുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് നമ്മൾ കാണുന്ന ഈ മാവോയിസ്റ്റുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ യൂസ് ചെയ്യുന്നത് ഈ ISIയും അത് ഫോറിൻ ആയിട്ടുള്ള ശക്തികളാണ്. അതായത് 2003 മാവോയിസ്റ്റിന്റെ ഒരു അംബ്രല പാർട്ടിയായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ മാവോയിസ്റ്റ് ഗ്രൂപ്പിനും വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞു വന്നത്. അത് ഇവരുടെ ഒരു അതായത് 2002 തുടങ്ങിയ ഈ കറാച്ചി പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും അവർക്ക് ഹവാല ഫണ്ട് എത്തിച്ചു കൊടുക്കുവാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സക്കീർ നായിക്കിനെ അന്ന് ഓർക്കുന്നുണ്ട്, ആ സമയത്ത് ഇന്ത്യൻ യൂട്യൂബിലും അവിടെ ഇവിടെ എല്ലാം ഈ സക്കീർ നായിക്കിന്റെ ഫുള്ള് പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സക്കീർ നായിക്കിനെ പൊക്കിക്കൊണ്ടുവന്നു. അതേപോലെ തന്നെ 1971 സ്ഥാപിച്ച് 2001 നിരോധിക്കപ്പെട്ട സിമി എന്ന് പറഞ്ഞ സംഘടനയെ ഇവര് 2005 മീൻസ് അവർക്കൊരു പുനർജന്മം കൊടുക്കുന്ന പോലെ അവർക്ക് പണം ഇറക്കി കൊടുത്തു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർ പൊക്കിക്കൊണ്ടു. ഇത് ഇപ്പം നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ തഹൗർ റാണ വരുന്നത് എന്റെ പുറകിൽ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല പണി കിട്ടാൻ പോകുന്നത്, ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾക്ക് കിട്ടും, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ സക്കീർ നായിക്കിനെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കിട്ടുണ്ട്. അങ്ങനെ പല ആംഗിളുണ്ട് ഇതിന്. അപ്പൊ എല്ലാരും ചിലർ ചോദിക്കുന്നത് കേട്ടു, എന്തിനാണ് ഇയാളെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ജയിലിലിടുന്നത്, നമുക്ക് ഇത്രയൊന്നും ചെലവല്ലേ, ഒരു വെടിയുണ്ടെങ്കിൽ തീർത്താൽ പോരെ എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ അജ്ഞാതനെ അയച്ചാൽ പോരെന്ന്, അതൊക്കെ ജസ്റ്റ് ബാലിശമാണ്. കാരണം ഈ കേസിന്റെ ഗ്രാവിറ്റി എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഇവരെല്ലാം ജനറേറ്റ് ചെയ്തിട്ട് ഇവര് കൊണ്ടുവന്ന ഒരു ഇന്ത്യയിൽ സ്ഥാപിച്ച, അതായത് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് കുറെ ആൾക്കാരെ റാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടിയും അതിനുവേണ്ടി ഇവരെ സഹായിച്ചത് ഖത്തർ, ദുബായ് വഴി, അല്ലെങ്കിൽ ഇവരെ ഈ സൗദി എന്നുള്ള വഹാബി ഫണ്ടുകളൊക്കെ ആ സമയത്ത് ഭയങ്കര വ്യാപകമായിരുന്നു. പിന്നെ തുർക്കി എന്നുള്ള ഫണ്ടുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉപയോഗിച്ച് സൗത്തിൽ ഇവർ വല്ലാണ്ട്
റാഡിക്കലൈസ് ചെയ്തു. അപ്പം ഇവരെ ഇത് ചെയ്യുന്ന ഇവിടുന്ന് ഇവരെ ദുബായിലോട്ട് കിടത്തി, ദുബായിൽ നിന്ന് ഇവരെ എന്നാ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ എത്തിച്ച് അവിടെ 10-20 ദിവസം ട്രെയിൻ ചെയ്ത് ആണ് 2005-06 കൂടി ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് ടെറർ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ അവര് പൊക്കിക്കൊണ്ടുവന്നു. 2005-2006 കൂടി ഇന്ത്യൻ മുജാഹിദ് എന്ന് പറഞ്ഞ ടെറർ ഓർഗനൈസേഷൻ. അത് ഈ ടെറർ ഓർഗനൈസേഷനാണ് 2008 ആദ്യം മലാഗാവ് ആദ്യത്തെ സ്ഫോടനത്തിൽ പങ്കുണ്ടായിരുന്നു. അതിൽ 20ഓളം പേരെ ഇവരെ ആൾക്കാരെ തന്നെ അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് അറസ്റ്റ് ചെയ്ത IPS കാരൻ പറഞ്ഞാണ് ഇത് ഇവരെ ആൾക്കാരാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലൂടെ എല്ലാം കാണേണ്ടതെന്ന് വെച്ചാൽ 2004 ആയപ്പോഴത്തേക്ക് വാജ്പേയിയുടെ മന്ത്രിസഭ പോയി. അതിനുശേഷം വന്നത് കോൺഗ്രസിന്റെ ഫസ്റ്റ് UPA സർക്കാർ വന്നു 2004. അപ്പൊ 2004 143 സീറ്റും കണ്ടേ അന്ന് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി, അതായത് മെയിൻ കക്ഷിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം ഈ 2004 നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ 2004 ഡെലാറൂ എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരു സംഘടനയല്ല, ഒരു ഓർഗനൈസേഷൻ. അവര് ഒരു വലിയൊരു കമ്പനിയാണ്. അതായത് അവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്ലോബലി ഈ നോട്ട് അടിക്കുന്ന മെഷീൻസും അതേപോലെ അതിന്റെ സെക്യൂരിറ്റി ത്രെഡ്സും ഒക്കെ ഗവൺമെന്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ഡെലാറൂ. ഡെലാറൂ എന്ന് പറയുന്ന ഈ കമ്പനിയാണ് പാകിസ്ഥാന്റെ നോട്ട് അടിക്കുന്നത്. മനസ്സിലാക്കണം. അതായത് ചിദംബരമാണ് ആ സമയത്ത് കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ. ചിദംബരമാണ് ഫിനാൻസ് മിനിസ്റ്റർ. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ നോട്ട് അടിക്കുന്ന അതേ കമ്പനിക്ക് തന്നെ ഇന്ത്യൻ നോട്ട് അടിക്കാനുള്ള ഇത് കൊടുത്തു. അതായത് സെക്യൂരിറ്റി ത്രെഡ് അടക്കമുള്ള ഇത് ചെയ്യുന്ന ഡെലാറൂ എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തു. അതായത് 2004 തൊട്ടിട്ടാണ് ഈ ഹവാല ട്രാൻസ്ഫറും അതേപോലെ ഈ ഫുൾ ഫണ്ടിങ് അതായത് പാകിസ്ഥാനിൽ ഇന്ത്യൻ കറൻസി അടിച്ചിട്ട് ഇന്ത്യയിലോട്ടും ഒക്കെ ഇവര് ഇഷ്ടം പോലെ കയറ്റുമതി ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ടെത്തി. പാകിസ്ഥാൻ ഇന്ത്യൻ കറൻസി വെച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലോട്ടെത്തി. അപ്പം ഇവിടെ പലരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കേൾക്കാം, നോട്ട് നിരോധിച്ചിട്ട് നരേന്ദ്രമോദിജിക്ക് എന്ത് കിട്ടി, ഇന്ത്യക്ക് എന്ത് കിട്ടി, എന്താണ് നേട്ടം? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ത്യൻ നോട്ട് 2018 18 നോട്ട് നിരോധനം വന്നു. അതെ, ഈ നോട്ട് നിരോധനം വന്ന് എക്സാക്ട്ലി ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല. അപ്പൊ ആ നോട്ട് നിരോധനം വന്ന ശേഷം പാകിസ്ഥാൻ എക്കോണമി നോട്ട് നിരോധനം വന്നു. അതെ, 2016. അതായത് അതില് കൃത്യമായിട്ട് പറയാന്ന് വെച്ചാല് 2004 ഈ കമ്പനിക്ക് ഇതിനുള്ള അവകാശം കൊടുത്തു. ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ഫിനാൻസ് മിനിസ്റ്ററിന് അവകാശം കൊടുത്തു. 2010 ആയപ്പോഴത്തേക്കും പ്രണബ് മുഖർജി എടുത്തിട്ട് 2009 ആയപ്പോഴത്തേക്കും പ്രണബ് മുഖർജി ഇയാൾക്ക് പകരം, അതായത് ഈ ചിദംബരത്തിന് പകരം ഫിനാൻസ് മിനിസ്റ്ററായി. 2000 ആ സമയത്ത് പ്രണബ് മുഖർജി എടുത്തിട്ട് ഇത് വെളിയിൽ കളഞ്ഞു. കാരണം ഈ രണ്ട് സെക്യൂരിറ്റി പ്രോബ്ലം എല്ലാം വന്ന് ഇന്ത്യൻ മിലിറ്ററി അതേപോലെ തന്നെ ഇന്ത്യൻ ഇന്റലിജൻസ് എല്ലാം പറഞ്ഞ് പ്രണബ് മുഖർജി അതെടുത്ത് ദൂരെ കളഞ്ഞു. അത് കഴിഞ്ഞ് 2012 ആയപ്പോഴത്തേക്കും വീണ്ടും ഇയാൾ വന്നു. നമ്മുടെ ചിദംബരം വന്നു. ചിദംബരത്തിന്റെ ഒരു ലോയലിസ്റ്റ് ആയിട്ടുള്ള ഒരു IPS കാരനുണ്ടായിരുന്നു, മായങ്ക്, പുള്ളിയുടെ പേര് കൃത്യം കിട്ടുന്നില്ല. അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ട് അവർ വീണ്ടും ഫിനാൻസ് മിനിസ്റ്ററിൽ നിന്ന് ഇതേ കമ്പനിക്ക് 2012 തൊട്ടിട്ട് 15 വരെ വീണ്ടും നോട്ട് അടിക്കാനുള്ള പെർമിഷൻ കൊടുത്തു. ഒന്ന് ഓർക്കണം, 2010 സെക്യൂരിറ്റി റീസൺസ് കാരണം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയിലെ 2012 വീണ്ടും ഉമാര് നോട്ട് അടിക്കാനുള്ള ഒരു പെർമിഷൻ കൊടുത്തു. അപ്പം ആരെ സഹായിക്കാനാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളൊരു ചോദ്യം ആ കൂട്ടത്തിൽ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, അപ്പോ ഇവർക്കെല്ലാം പോലെ തന്നെ ഈ വിഷയത്തിൽ നിന്ന് പോവല്ല. കാരണം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. നമ്മളൊരു 10 മിനിറ്റിലൊന്നും പറഞ്ഞു തീരില്ല. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ആയതാണെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഈ 2004 ഫസ്റ്റ് UPA ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പം ഈ ഇന്ത്യയിൽ ഏതൊരു ടെറർ പ്രശ്നം വന്നാലും അന്നേരം നമുക്ക് പറയാനുള്ള പാകിസ്ഥാൻ അല്ലെങ്കിൽ ലഷ്കർ തോയ്ബ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പേരുകളായിരുന്നു. അപ്പം ഇവർക്ക് ഈ ഇന്ത്യയിൽ പേടിയായി. അതായത് 98 തൊട്ട് 2004 വരെയും ഈ ഒരു ദേശീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു നാഷണലിസം പറയുന്ന BJP ഗവൺമെന്റ് ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ RSS അല്ലെങ്കിൽ ബജറംഗ് ദള് അല്ലെങ്കിൽ ഹിന്ദു നാഷണലിസം അല്ലെങ്കിൽ ഈ ഹിന്ദു കൺസോളിഡേഷൻ വലിയൊരു പ്രശ്നമാവുമെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഹിന്ദു കൺസോളിഡേഷൻ പ്രശ്നമാകുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ അംബ്രല സംഘടനകളെ എങ്ങനെയെങ്കിലും പൊളിക്കണം. അതായത് ഇന്ത്യയിൽ ഒരു ഹിന്ദു സംഘടനകളുണ്ട്, മെയിൻ ആയിട്ടുള്ള ഹിന്ദു സംഘടനകൾ ഇന്ത്യയിലുള്ളത് ബജറംഗ് ദളും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യ വ്യാപകമായിട്ടുള്ള ബജറംഗ് ദളും RSS ആണ് ഇതിന്റെ മെയിൻ സംഘടന. അപ്പൊ ഇവരെ ഒന്ന് പൊളിച്ചില്ലെങ്കിൽ അഗൈൻ 2009 പോകുമ്പോൾ ഒരു ഇലക്ഷനിലൊരു കോൺഫിഡൻസ് കിട്ടില്ല ഇവർക്ക്. അപ്പം സ്വാഭാവികമായിട്ടും
നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം 2005-6 ആയപ്പോഴത്തേക്ക് ഇവന്മാര് ഹിന്ദു ടെററിസം ആണ് ഇന്ത്യ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. അതായത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ലോകവ്യാപകമായി എവിടെയൊക്കെ പോയി ടെററിസം നടത്തിയിട്ടുണ്ടെന്ന് ഇവർക്കും മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. അതിനൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു. അതായത് പാകിസ്ഥാനില് മുസ്ലിം കമ്മ്യൂണിറ്റി ചെയ്ത പോലെ, അല്ലെങ്കിൽ ശ്രീലങ്കൻ സിഖുകാർ ചെയ്ത പോലെയോ, അല്ലെങ്കിൽ ഇപ്പൊ മ്യാൻമാറിലെ ബുദ്ധിസ്റ്റുകൾ ചെയ്യുന്ന പോലെയോ ഒക്കെ ചെയ്യാനായിട്ട് കെൽപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടേ എല്ലാം വെടിപ്പായി കിട്ടിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അംബ്രല സംഘടനകളെല്ലാം പൊളിക്കണം. അതായത് RSSനെ പൊളിക്കണം, അതേപോലെ തന്നെ ബജറംഗ് ദളിനെ പൊളിക്കണം. അപ്പൊ ഇവരെന്ത് ചെയ്തു വെച്ചാൽ 2006-7 ആയപ്പോഴത്തേക്ക് ഓരോരുത്തരും അപ്പുറത്തും ഇപ്പുറത്തും മാറിയിരുന്ന് കരയാൻ തുടങ്ങി. ഇതിങ്ങനത്തെ ഹിന്ദു തീവ്രവാദ സംഘടനകളുണ്ട്, അതാണ് ഇതാണെന്ന് അവർ കരയാൻ തുടങ്ങി. അപ്പൊ ആ സമയത്താണ് ഈ മഹാരാഷ്ട്രയിൽ ഒരു സ്ഥലത്ത്, എക്സാക്ട്ലി ആ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി, ആ സ്ഥലത്ത് ഒരു ബജറംഗ് ദൾ പ്രവർത്തകൻ അവന്റെ കടയില് ഇൻഷുറൻസ് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഇവൻ കടയ്ക്ക് സ്വയം തീയിട്ടു. നിങ്ങൾ ഇപ്പൊ കേരളത്തിൽ തന്നെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ചില മേഖലകളിൽ കടയ്ക്ക് തീയിട്ടിട്ട് ഇൻഷുറൻസ് അടിക്കുന്നു, തിയേറ്ററിന് തീയിട്ടിട്ട് ഇൻഷുറൻസ് അടിക്കുന്ന അതെ അതെ പരിപാടി. അതെ അപ്പൊ അതെ അപ്പൊ ഈ ആശാൻ കടയ്ക്ക് തീയിട്ട് കഴിഞ്ഞപ്പോ ആണ് ഇവർക്ക് കിട്ടിയ ഒരു മോട്ടീവ്. അയ്യോ, ഇവൻ കടയ്ക്ക് ഏതായാലും തീയിട്ടല്ലോ, ഇവൻ അവിടെ മറ്റു മതന്യൂനപക്ഷങ്ങളെ, മൈനോറിറ്റികളെ എല്ലാം കൊല്ലാൻ വേണ്ടി ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ബോംബ് പൊട്ടി കടയ്ക്ക് തീ പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവരൊരു നരേറ്റീവ് പറഞ്ഞു. ഓക്കെ അങ്ങനെ അതിനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഹിന്ദു ടെററിസം എന്ന് പറഞ്ഞു വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ മാലേഗാവ് സ്ഫോടനം ഒന്ന് നടക്കുന്നത്. മാലേഗാവ് സ്ഫോടനത്തിൽ അന്നത്തെ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പം ഇതെല്ലാം ഈ ഇന്ത്യൻ മുജാഹിദിന്റെ ആൾക്കാരാണ് ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവർക്ക് ഈ ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഇതില് വേറൊരു കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ സമയത്താണ് ഏകദേശം 2004-2005 കൂടിയാണ് ഈ കുപ്വാര ജില്ലയില് ചെയ്തുകൊണ്ടിരുന്ന മിലിറ്ററി ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടും മിലിറ്ററിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ ശ്രീകാന്ത് പുരോഹിത് എന്ന് പറഞ്ഞിട്ട് ഒരു കേണൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇയാള് കുപ്വാരയിൽ ഇവന്മാരെല്ലാം എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ ആ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരുടെ സഹായത്തോടു കൂടി ഇൻഫിൽട്രേറ്റ് ചെയ്തു. അതായത് ലഷ്കറിന്റെ ഒക്കെ. എന്നിട്ട് ഇവന്മാരെ പൊളിച്ചടുക്കി. അവിടുത്തെ കുപ്വാരയിലുള്ളവന്മാരെ ഈ റെജിമെന്റ്, അതായത് 47 റൈഫിൾസോ അങ്ങനെ കണ്ടു പറഞ്ഞിട്ട് ആ റെജിമെന്റിലാണ് ഇയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ പൊളിച്ചടുക്കി. അപ്പൊ ഇയാളെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മിലിറ്ററി ഇന്റലിജൻസിലോട്ട് മാറ്റി. അതായത് മിലിറ്ററി ഇന്റലിജൻസിലോട്ട് മാറ്റി. മിലിറ്ററി ഇന്റലിജൻസിലോട്ട് മാറ്റിയിട്ട് ഇയാൾ ഈ മലേഗാവിന്റെ ഇതിൽ വന്നു കഴിഞ്ഞ് ഇയാൾ ഇവിടെ എല്ലാം അന്വേഷിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവര് ഈ ഫേക്ക് നോട്ടിന്റെ ഹവാല ട്രാൻസ്ഫർ ഇദ്ദേഹം കണ്ടുപിടിച്ചു. അതായത് ഈ ശ്രീകാന്ത് പുരോഹിത് എന്ന് പറഞ്ഞ ഫേക്ക് നോട്ട് ഹവാല ട്രാൻസ്ഫർ എങ്ങനെയാണ് ഈ ISIയും അതേപോലെ തന്നെ ദാവൂദ് ഗ്യാങ്ങും ഇവരെല്ലാം കൂടി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നല്ല ഇങ്ങനെ കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു ത്രെട്ടാണെന്ന് ഇവർക്ക് മനസ്സിലായി. അതായത് നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ കൊടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫേക്ക് കറൻസി റാക്കറ്റിനാണ് പുള്ളി തൊട്ടത്. അതായത് അവിടെ എത്തി ആദ്യം ഇയാൾ തൊടാൻ നോക്കുന്ന ഫേക്ക് കറൻസി റാക്കറ്റാണ്. ഈ ഫേക്ക് കറൻസി റാക്കറ്റ് എവിടെ നിന്ന് വന്നു? ഈ ഡെലാറോ എന്ന് പറയുന്ന കമ്പനിയില് നമ്മുടെ നാട്ടില് പ്രിന്റ് അടിക്കാൻ കൊടുത്ത നോട്ട് പാകിസ്ഥാനും അതേപോലെ അച്ചടിച്ചു തുടങ്ങി ലോകം മൊത്തം വിപണനം ചെയ്ത് അതേപോലെ തന്നെ ഇന്ത്യയിലോട്ട് ഹവാല വഴി എത്തിക്കുന്നത് ഒരു റാക്കറ്റാണ്. അതേ തൊട്ട് കഴിയുമ്പോൾ ഇതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്ത പലർക്കും എന്ത് ചെയ്യും? പൊള്ളും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇദ്ദേഹത്തിനെ ഇവരെന്ത് ചെയ്യുന്നു? ആ സമയത്ത് ഇവരെല്ലാം, അതായത് ഈ പറയുന്ന തീവ്രവാദികളുടെ എല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറബ് ലാംഗ്വേജിലായിരുന്നു. അപ്പൊ ഇയാൾ ഇന്ത്യൻ മിലിറ്ററിയുടെ മിലിറ്ററി സ്കൂൾ ഉണ്ട്, അവരുടെ ഇന്റലിജൻസിന്റെ ഇത് ഉള്ള ഒരു സ്ഥലം. ആ സ്ഥലപ്പേര് വിട്ടു. അദ്ദേഹം അവിടെ പോയിട്ട് ഈ അറബ് ലാംഗ്വേജ് ഒക്കെ പഠിക്കാനുള്ള ഒരു ഇതിലോട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്തു? മലേഗാവ് 2 സ്ഫോടനം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഇവര് മുംബൈയിലോട്ട് വിളിപ്പിച്ചു. ഇവിടെ ഓഫീസിൽ പൂനെയായിരുന്നു. പൂനെക്ക് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞിട്ട് പുള്ളീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് പുള്ളീനെ പിടിച്ച് കസ്റ്റഡിയിൽ എടുത്തു. എന്നിട്ട് കസ്റ്റഡി എടുക്കുമ്പോൾ ഈ മലേഗാവ് 2 എന്ന് പറയുന്ന സ്ഫോടന കേസിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു പ്രഗ്യ എന്ന് പറഞ്ഞ ഒരു സന്യാസിനി പോലെ വേഷം കെട്ടിയ ഒരു പെണ്ണുങ്ങൾ. അവരുടെ പേര് മലേഗാവ് സ്ഫോടന കേസിൽ സ്വാതി പ്രാച്യ. അപ്പൊ അതെ അവരെയും കൂടെ ഒക്കെ കസ്റ്റഡി എടുത്ത് എന്നിട്ട് ഇവരോട് ഇവർ ആവശ്യപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കേണൽ പുരോഹിതനോട് ആവശ്യപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഈ കേസ് ഇങ്ങനെ ഈ ഹിന്ദു തീവ്രവാദികളാണ് ഇത് ചെയ്തത്. ഉം, അതേപോലെ തന്നെ ഇതിന്റെ പുറകില് യോഗി ആദിത്യനാഥ്, അതായത് ഇവർ എവിടം വരെ കണ്ടു എന്ന് ഓർക്കണം. അതായത് യു ഉം, പിയിൽ ആ ഉം, സമയത്ത് യോഗി ആദിത്യനാഥിന്റെ ശാന്തിവാഹിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഘടനകളുണ്ട്. അതായത് അത്യാവശ്യം ഇവന്മാര് ഇവർക്കെതിരെ, അതായത് അത്യാവശ്യം ഒരു പോലീസിംഗ് ഒക്കെ അത്യാവശ്യം വേണ്ടിടത്ത് നടത്താൻ പറ്റിയ ഒരു സംഘടനയാണ്. അപ്പൊ യോഗി ഉം, ആദിത്യനാഥും അതേപോലെ തന്നെ പിന്നെ ഒരാള് RSS ഒക്കെ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ള പറയാൻ വേണ്ടിയിട്ട് ഇയാളോട് ആവശ്യപ്പെട്ടു. ആരോട്? ഈ പറയുന്ന ശ്രീകാന്ത് പുരോഹിതനോട് ആവശ്യപ്പെട്ടു. അയാൾ പറഞ്ഞു ഉം, അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ ഈ, അതായത് ഇങ്ങനെ അത് ആവശ്യപ്പെടുന്ന ആരാന്ന് വെച്ചാല് ATS, മുംബൈ ATSലുള്ള സീനിയർ ഓഫീസേഴ്സ് ആണ് ഈ ഇത് ആവശ്യപ്പെടുന്നത് ഇദ്ദേഹത്തോട്. അപ്പം എന്നാ ഇയാൾ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഇയാളെ തല്ലി കൈയും കാലിലും ഓടിച്ച് ഒരു പരുവത്തിലാക്കിയാണ്. അയാളെ പരുവത്തിലാക്കി കഴിഞ്ഞിട്ട് ഇയാളുടെ അതായത് ഫാദർ ഇൻ ലോയിനെ വിളിച്ചിട്ട്, ഫാദർ ഇൻ ലോയിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇവരോട് പറയണം ഇങ്ങനെ എന്റെ മരുമോൻ ഇങ്ങനെ ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നുണ്ട്. അന്നേരം അയാൾ പറഞ്ഞു എനിക്ക് 60-70 വയസ്സായി, എനിക്ക് ജീവിച്ച് കൊതി കയറുന്നതാണ്, നിങ്ങൾ എന്ത് ചെറ്റത്തരം പറഞ്ഞാലും വിളിച്ചു പറയലല്ല എന്റെ തൊഴിൽ, നീ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ഞാൻ പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഇവരുടെ മദർ ഇൻ ലോ കയറിയിട്ട് ഈ പറയുന്ന ഓഫീസേഴ്സിനോട് ചൂടെ. അതായത് ഈ ഓഫീസേഴ്സിന്റെ ഒരു സൈക്കോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ രാഷ്ട്രീയ മേധാവിമാര് പറയുന്നോണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് എത്തിക്സ് ഒന്നും ഇല്ലാത്ത NITSലെ കുറച്ച് മേജർ ഓഫീസേഴ്സ് ആണ്. എത്തിക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ട്രൈ ചെയ്യുന്നത്. അന്നേരം അവര് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഇവർ ഇച്ചിരി ഒന്ന് ഒതുങ്ങി. എന്നിട്ട് ഇയാളെയോട് പറഞ്ഞു, എന്നിട്ട് അവരെ വിട്ടു. എന്നിട്ട് ഇയാളോട് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ കേസ് ഞങ്ങൾ മനസ്സിലാക്കി, ഇന്റർവേഷൻ നടന്നു, കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഈ കേണൽ പുരോഹിത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറഞ്ഞു ഇല്ല എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നല്ലേ, എന്നെ ഒരു നിങ്ങളുടെ വണ്ടി കൊണ്ടേ ആക്ക് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞാൽ പറ്റൂല, നിങ്ങൾ പുറത്തിറങ്ങി വണ്ടി എടുത്ത് പോക്കോ, ഏതെങ്കിലും ടാക്സി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഒരു സീനിയർ ഓഫീസർ അത് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയപ്പോ ആ റൂമിൽ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കോൺസ്റ്റബിൾ എന്നെ റൂം ഉള്ളിൽ നിന്ന് അടച്ചിട്ട് ഇയാളെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേണൽ പുരോഹിതന്റെ കാലെ വീഴുവാണ്. കാലെ വീണിട്ട് ഇയാൾ പറയുവാണ് പിന്നെ സാറേ നിങ്ങൾ എന്നെ ഇവിടെ, ഈ കേണൽ പുരോഹിതൻ മനസ്സിലാക്കേണ്ടത് ഇയാൾ ഇത്ര എഫിഷ്യന്റ് ആയതുകൊണ്ട് മുംബൈ ATSനൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഗസ്റ്റ് ലെക്ചർ പോലെ ഇയാൾ വന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഉണ്ടായിരുന്ന ഒരു മീൻസ് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ഓഫീസർ അല്ല, ആ ഒരു ലോ ഗ്രേഡിലുള്ള ഒരു കോൺസ്റ്റബിളോ അല്ലെ SIയോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഈ കാല കൊണ്ടിട്ട് പറഞ്ഞു ഗുരുജി എന്ന് പറഞ്ഞാൽ അയാളെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഗുരുജി എന്ന് പറഞ്ഞു, ഗുരുജി എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലാനാണ് ഉത്തരവ്. ഇതാണ് രണ്ട് തോക്ക് തന്നിട്ട് ഒരു തോക്ക് കൊണ്ട് നിങ്ങളെ കൊല്ലുക, മറ്റേ തോക്കും കൊണ്ട് അവിടെ ഇടുക, നിങ്ങളുടെ മേത്തോട്ട് ഇട്ടിട്ട് എന്നോട് പോകാനാണ് പറഞ്ഞത്. അപ്പം ഇയാൾ പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകരുതെന്ന് പറഞ്ഞു, ഈ പറയുന്ന കേണൽ പുരോഹിതനോട് പറഞ്ഞു. അപ്പൊ കേണൽ പുരോഹിതൻ ഇതൊരു ട്രാപ്പാന്ന് മനസ്സിലായി, പുള്ളി അവിടെ നിന്ന് പോയില്ല. അങ്ങനെയാണ് ആ കേസ് കേണൽ പുരോഹിതന്റെ തലയ്ക്ക് വീഴുന്നത്. പിന്നെ പുള്ളി ലേറ്റർ ഓൺ പുള്ളി അത് ചെയ്യുന്ന പുള്ളിന്റെ പേരിൽ ഒന്നും ഫാബ്രിക്കേറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയില്ല, കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അത്ര സ്ട്രൈറ്റ് ആയിരുന്നു. അപ്പൊ ഇയാൾ അവിടെ നിന്ന് പോയില്ല. അത് മാത്രമല്ല ഈ പോലീസ് ഓഫീസർ മീൻസ് ആ കോൺസ്റ്റബിളോ അല്ലെങ്കിൽ ആ ലോ ഗ്രേഡ് ഓഫീസർ പറയാൻ വേറൊരു കാരണമുണ്ട്. ഈ കേണൽ പുരോഹിതനെ തട്ടി അയാൾ ഇപ്പുറത്തോട്ട് മാറുന്ന സമയത്ത് പ്രോബോളി അവനെയും കൊല്ലും, മീൻസ് ആ ഓഫീസറെയും ഇവന്മാര് തട്ടും. കാരണം ഇത്രയും കാണിക്കാൻ പറ്റുന്നവർ ബാക്കിയും കാണിക്കുന്നു, ഇവർ അദ്ദേഹം ഊഹിച്ചതുകൊണ്ട് കൂടി ആവാം. അപ്പൊ ഏതായാലും ഇവര് ഇങ്ങനെ ഒരു ഹിന്ദു ടെററിസം ആംഗിൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇവർക്ക് മനസ്സിലായി ISIയും കൂടെ തീരുമാനിക്കുന്നത്, ഇവരുടെ ഒരു ആ സമയത്തെ കുറെ രാഷ്ട്രീയക്കാരുടെ ഹെൽപ്പോട് കൂടി തീരുമാനിക്കുന്നു മുംബൈയിൽ ഒരു അറ്റാക്ക് നടത്താം. ആ അറ്റാക്കിൽ എല്ലാ ഹിന്ദു തീവ്രവാദികൾ നടത്തി അറ്റാക്ക് ആക്കി വരുത്താം. ഗവൺമെന്റ് സിസ്റ്റം കുറെയൊക്കെ, അതായത് ഇതിൽ പറയുന്നത് വെച്ചാൽ ഇവര് വന്നിട്ട് വോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഇവർക്ക് ഇത്രയും ദൂരം, അതായത് ഈ സിറ്റിയുടെ സെൻട്രലിലോട്ട് വളരെ വേഗം എത്താനുള്ള സഹായങ്ങൾ കിട്ടി. അതായത് അത് മാത്രമല്ല, നിങ്ങൾ ഓർക്കണം കേരളത്തിലൊക്കെ അജ്മൽ കസബ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മരണാനന്തര എന്നാ പറയുന്ന സമരം എന്തൊക്കെ നടത്തിയില്ല ഇവിടെ, എന്തോ ഒരു പരിപാടിമാർ ഇവിടെ നടത്തുകയും ചെയ്തു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ പറയുന്ന ഈ മുംബൈ അറ്റാക്കിന് ഇങ്ങനെ ആൾക്കാർ വന്ന് ഇതുപോലെ നടത്തി. ഇവരെല്ലാം പദ്ധതി പാളിപ്പോയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചതോടുകൂടി പദ്ധതി പാളിപ്പോയി. അപ്പൊ അജ്മൽ കസബിനെ ആ പോലീസ് ഇൻസ്പെക്ടർ ടെക്കാറാം ഓലെ അങ്ങനെ പറഞ്ഞ പോലീസ് ഓഫീസറെ പിടിച്ചു. മീൻസ് ഒരു അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അപ്പം പുള്ളിക്ക് മനസ്സിലായി ഇവനെ ജീവനോടെ പിടിക്കേണ്ട അത്യാവശ്യമാണെന്ന്. പുള്ളിക്ക് അയാൾ 20 വെടിയുണ്ട് അയാളെ മേത്ത് ഏറ്റിട്ടും 20ഓളം വെടിയുണ്ട് അയാളെ മേറ്റെത്തിട്ട് അയാൾ ഇവനെ വിട്ടില്ല. അയാൾ മരിച്ചു, മീൻസ് ആ ഓഫീസർ മരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഓഫീസറും ആ കാലേ വീണ സാധാരണ ഓഫീസറുമാണ് ശരിക്കും പറഞ്ഞാൽ മുംബൈയുടെ
പിന്നെ ഈ അറ്റാക്കിന്റെ നരേറ്റീവ് ബിൽഡിങ്ങിന്റെ ഇവന്മാരുടെ ഒരു മെയിൻ കളി പൊളിച്ചത്. ഇവനെ ജീവനോടെ കിട്ടിയപാടെ ഈ ആദ്യം ഇവന് ക്രൈംബ്രാഞ്ചിനാണ് കൈമാറിയത്. ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന സമയത്ത് സമീർ ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഐ ഡി കാർഡ് കണ്ടെടുത്തു. ഇവന് ഒരു IPS ഓഫീസറാണ് ഇത് അന്വേഷിച്ചത്. അദ്ദേഹത്തിന്റെ പേര് രാകേഷ് മരിയ എന്നായിരുന്നു. ഈ IPS ഓഫീസർ രാകേഷ് മരിയ എന്ന് പറയുന്ന IPS ഓഫീസർ എന്ത് ചെയ്തു, ഇവന്റെ വേറബോട്ട്സ് തപ്പി. ഇപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഫേക്ക് ആണ്. ഇയാൾ ഇവന്റെ പാകിസ്ഥാൻ കണക്ഷൻ പൊക്കി. കാരണം ഇതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഈ തലയിൽ മതം കയറ്റി വെച്ചോ അല്ലെങ്കിൽ തീവ്രമായ ആശയം കയറ്റി വെച്ചൊക്കെ സ്വന്തം പൊട്ടിച്ചാകാൻ നടക്കുന്ന പൊട്ടന്മാരാണ്. അതെ ഒരു മിനിമം കോമൺ സെൻസ് ഉള്ളവനൊന്നും ഈ പണിക്ക് ഇറങ്ങൂല. കാരണം അവര് സ്വന്തം ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കുറെ എല്ലാ മതങ്ങളുടെയും പല പൊള്ളത്തരങ്ങളും നമുക്ക് മനസ്സിലാവും. അതിപ്പോ ഒരു മതത്തിന് മാത്രമല്ല. അപ്പൊ അതിന് ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്തവന് നല്ല തത്തമ്മ പറയുന്നത് പറഞ്ഞുകൊണ്ട് ഇവന് ഒരു ഹിന്ദു ടെറർ ആംഗിൾ എന്ന് പറയുന്ന ആ കേസിൽ നിന്ന് വിട്ടുപോയി. അപ്പം അതാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മുംബൈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് 4 മണിക്കൂർ എടുത്തു സെൻട്രൽ ഗവൺമെന്റ് അവിടെ NSG ഡിപ്ലോയ് ചെയ്യാൻ. അതായത് ആ സമയത്തെ കേന്ദ്രമന്ത്രി ശിവരാജ് പട്ടേലാണ്. അതെ, ശിവരാജ് പട്ടേലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അതായത് അദ്ദേഹം 4 മണിക്കൂർ NSG കൂടെ അദ്ദേഹം വന്നു. കൂടത്തില് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാല് ഇവിടുത്തെ മീഡിയാസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഈയിടെ എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഇപ്പൊ നമ്മുടെ ഡെമോക്രസിയുടെ പില്ലേഴ്സ് മീഡിയാസ് ആണ്. പണ്ട് മൻമോഹൻ സിംഗ് എല്ലാ ദിവസവും മീഡിയ ബ്രീഫിംഗ് കൊടുക്കുമായിരുന്നു. അയാൾ എവിടെ പോയാലും പ്ലെയിന് കൊണ്ടുപോകായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മീഡിയാസിനെല്ലാം കൂട്ടിയിട്ടാണ് ശിവരാജ് പട്ടേൽ അങ്ങോട്ട് വന്നത്. എന്തിന് നിങ്ങൾ ഓർക്കുന്നുണ്ട്, ബർക്കാദത്തൊക്കെ ആ സമയത്ത്, അതായത് ഇന്ത്യയുടെ SBGയും മാർക്കോസും എല്ലാം മാർക്കോ കമാൻഡർ എല്ലാം അതിന്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് ഈ ബർക്കാദത്തൊക്കെ പുറത്തുനിന്ന് ലൈവ് കൊടുക്കുക, അതായത് ഈ വിഷ്വൽസ് അടക്കം. അപ്പൊ അകത്തിരിക്കുന്ന ആൾക്കാർ TV വെച്ച് ഇതെല്ലാം കാണത്തില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാണും. ഇങ്ങനെയൊക്കെയുള്ള പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ ഇപ്പൊ നടക്കുന്നില്ല. അപ്പൊ അതൊക്കെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു ആ മറ്റേ നോട്ടിന്റെ കാര്യത്തിൽ കേന്ദ്രമന്ത്രിമാർക്കുള്ള, അതായത് പല അന്വേഷണം നടന്നു. അപ്പൊ നോട്ടിന്റെ കാര്യത്തിൽ കേന്ദ്രമന്ത്രിമാർക്കുള്ള ബന്ധം ഇവിടെ 4 മണിക്കൂർ താമസിച്ച് അവിടെ NSG ഇറക്കിയതിന്റെ കാര്യങ്ങള്. അതേപോലെ തന്നെ ആ സമയത്ത് ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറി പാകിസ്ഥാനിലാണ്, പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ട്. അപ്പം എന്നിട്ട് അതായത് ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിന്റെ ഒരു വാർ റൂം ക്രിയേറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ ഇടയ്ക്ക് എല്ലാം വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2009 വരുന്ന ഇലക്ഷന് മുമ്പ് RSSനെയും ബജറംഗദളിനെയും ബാൻ ചെയ്യുകയും ഒരു ഹിന്ദു ടെററിസം എന്ന് പറഞ്ഞ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യേണ്ടതായിരുന്നു. അപ്പം ഈ ഒരു ആംഗിള് ഈ പറയുന്ന റാണ ഇങ്ങോട്ട് വരുന്നോട് കൂടിയിട്ട് ഈ ഒരു ആംഗിൾ ശരിക്കും പുറത്തു വരും. അതായത് ഈ ISIയുടെ ഇവിടെയുള്ള ഡീപ് സ്റ്റേറ്റ് അവരുടെ ഡീപ്പ് അസറ്റ്സ് ആരൊക്കെയാണ്, അതായത് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ ആരൊക്കെയാണ്, ATSൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇവിടെയുള്ള പല ഈ പറയുന്ന കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലൊക്കെയുള്ള ടെറർ ഗ്രൂപ്പുകൾക്ക് അവരെങ്ങനെയാണ് ഫണ്ട് ചെയ്തത്, ഈ പറയുന്ന വിവരങ്ങളല്ല ഈ റാണയുടെ വായിൽ നിന്ന് പുറത്തു വരും. ഇപ്പം പുറത്തു വരുന്ന വെച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റിന് ഓൾറെഡി ലിങ്കുകളുണ്ട്. അതായത് ഗവൺമെന്റിന് ഓൾറെഡി ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ട്. പക്ഷെ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ആളെ കൈ കിട്ടാതെ കേസ് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അതായത് കൃത്യം അത് ചെയ്ത, അതുകൊണ്ടാണ് ഇവനെ നമ്മൾ 10 പേരുടെ ലിസ്റ്റാണ് അമേരിക്കക്ക് കൊടുത്തത്. ആ 10 പേരിൽ 3ാമനായിട്ടുള്ള പേര് ഇവന്റെ, അതായത് ഈ തഹവൂർ റാണയുടെ പേരാണുള്ളത്. അപ്പൊ ഇവനെ ഇന്ത്യയിലോട്ട് കിട്ടുന്നത് സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഭരിച്ച ആൾക്കാര്, അതേ സമയത്ത് ആ സമയത്തെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ഒരു കുറച്ചുകാലം മുമ്പ് രാഹുൽ ഗാന്ധി ഒരു ഭാരത് ജോഡോ യാത്ര എന്നൊക്കെ പറഞ്ഞ് നടത്തിയില്ലേ, അതില് ഈ 2012 ഈ പറയുന്ന ഡെലാറു എന്ന് പറയുന്ന കമ്പനിക്ക് ഫേക്ക് നോട്ട് മീൻസ് വീണ്ടും അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് മാറ്റി. അതായത് ആ സമയത്ത് FM-ന്റെ നിർദ്ദേശപ്രകാരമാണ്, അതായത് വെർബൽ ആയിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് മാറ്റിയെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ അതിന് പ്രൂഫില്ല. അപ്പൊ അയാളെയാണ് ഈ ഭാരത് ജോഡോ യാത്രയ്ക്കൊക്കെ ആ മനുഷ്യൻ ഉണ്ടായിരുന്നു. അതായത് മായങ്ക് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആ ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് ഈ ഇവരുണ്ട്. ആ സമയത്തെ മിലിറ്ററി കേണൽ, മിലിറ്ററിയിലെ ടോപ്പ് റാങ്ക് ഉദ്യോഗസ്ഥര് ഭാരത് ജോഡോ യാത്രയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്ന, അതായത് ഈ ആ സമയത്ത് ഭരിച്ച ഗവൺമെന്റിന്റെ പപ്പറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സിസ്റ്റംസിലെല്ലാം മാനിപ്പുലേഷൻ നടത്തിയ പല ആൾക്കാരും ഈ പറയുന്ന തഹവൂർ റാണ വരുന്നതോടുകൂടി അവര് ഒരു പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും.
അപ്പൊ ഇതിന്റെ ഇംപ്ലിക്കേഷൻ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ്. ഏഹ് അത് കൃത്യമായി ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പം കഴിഞ്ഞ ദിവസം മറ്റേ ഇവരുടെ ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ, ED വരുന്ന ഈ സോണിയാഗാന്ധിയുടെയും അതേപോലെ രാഹുൽ ഗാന്ധിയുടെയും ഒരു അത് ഹെറാൾഡ്, എന്ത് ഹെറാൾഡ്, അത് നാഷണൽ ഹെറാൾഡ്. അതെ, നാഷണൽ ഹെറാൾഡ് കേസ്. എന്തുകൊണ്ടാണ് ഈ പക്ക സമയത്ത് നാഷണൽ ഹെറാൾഡ് കേസ് വന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവർക്ക് മര്യാദക്ക് EDക്ക് ടാക്സ് അടയ്ക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ സ്വീകരിക്കുകയോ അല്ലെ കൃത്യമായിട്ട് അവർക്കൊരു ഒരു എന്താ പറയാ അതിൻ്റെതായ കൃത്യമായ പ്രോസസ്സിൽ കൂടെ കടന്നു പോകാതെ ഇവർക്ക് ഏതെങ്കിലും തരത്തില് ഈ ഇരവാദം മുഴക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കേസിനേക്കാളും വലിയൊരു കേസാണ് ഇപ്പുറത്ത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഫ്രെയിം ചെയ്തെന്ന് പറഞ്ഞാൽ ഉള്ള കേസ് തന്നെ അവർ വീണ്ടും പഴയ കണക്ഷൻസ് എല്ലാം എടുത്ത് ഈ റാണയും കൂടെ വരുന്നതോടുകൂടി ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത ഒരു സംഭവമായി മാറും. അതായത് ഇപ്പോഴത്തെ പുതിയ നിയമം പ്രകാരം രാജ്യത്തിനെതിരെയുള്ള യുദ്ധം അത് കയ്യിലിരിക്കുമ്പോൾ ഈ നാഷണൽ ഹെറാൾഡ് കേസിന്റെ പേരിൽ കൂടുതൽ ഇരവാദം എടുത്തു കഴിഞ്ഞാൽ ഇതും കൂടെ എടുത്ത് അങ്ങോട്ട് പുറത്തോട്ട് ഇട്ട് കൊടുക്കും. ഇതും കൂടെ എടുത്ത് അങ്ങ് പുറത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ജനങ്ങൾ ഡിസൈഡ് ചെയ്യട്ടെന്ന് ആ ഒരു രീതിയിലോട്ട് പോകും. പക്ഷെ നമ്മുടെ മലയാളം മീഡിയയിലൊന്നും ആരും ഇതിനെക്കുറിച്ച്, പലരും ഈ റാണ ഇവിടുന്ന് വന്നു, കറാച്ചി പ്രൊജക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നല്ലാതെ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ട്. പൊളിറ്റിക്കൽ ആംഗിൾ ശരിക്കും പറഞ്ഞാൽ അതും കൂടെ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. 2011 കമ്മ്യൂണൽ വയലൻസ് എന്ന് പറഞ്ഞ എന്തൊരു ബില്ല് കൂടെ ഇവർ കൊണ്ടുവരാൻ നോക്കി. അതായത് ഇത് പൊളിഞ്ഞ ശേഷം ഈ ഹിന്ദു കമ്മ്യൂണിറ്റീനെ, ഭൂരിപക്ഷ കമ്മ്യൂണിറ്റിനെ പെടുത്താൻ ഡ്രാക്കോളിയൻ ബില്ലായിരുന്നു അത്. ആ ബില്ല് 2013, അതായത് എവിടെ കലാപം നടന്നാലും ആ കലാപത്തില് ഹിന്ദുക്കൾ കലാപം ഉണ്ടാക്കിയാലും മുസ്ലിങ്ങൾ കലാപം ഉണ്ടാക്കിയാലും ആര് ബാധിക്കപ്പെട്ടാലും അതിൽ ഭൂരിപക്ഷ വിഭാഗം ഉണ്ടെങ്കിൽ കേസ് മുഴുവൻ ഭൂരിപക്ഷത്തിനായിരിക്കും എന്നുള്ള രീതിയിലാണ് ഈ വഖഫ് ബില്ല് ഒരു സംഭവം കൊണ്ടുവരാൻ നോക്കി. അത് ഈ 2008 പരാജയപ്പെട്ട ടെറർ നരേറ്റീവ്, അത് ഹിന്ദു ടെറർ നരേറ്റീവ് വേറൊരു തരത്തില് ബാക്ക് ഡോറിൽ കൂടെ കണ്ടുവരാൻ നോക്കിയതാണ്. അപ്പം നമ്മൾ ഇതിനെ കാണുന്നത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മാരുടെ എല്ലാ കളികളും പക്ഷെ നിങ്ങൾ ആ ടൈം എടുത്ത് നോക്കണം. അതായത് അന്ന് ശിവരാജ് പട്ടേലായിരുന്നു ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അതേപോലെ തന്നെ ഈ 2017 അദ്ദേഹത്തിന്റെ മകന്റെ, അദ്ദേഹം ഒന്നും വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, എന്നാലും നിങ്ങളുടെ ഒരു ഓൺലൈൻ ചാനലാണ് എനിക്ക് പറയാം, ഇങ്ങേരുടെ മകനെ റെയ്ഡ് ചെയ്തു. അതായത് അനേകം ഷെൽ കമ്പനികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. ഇവനൊന്നും പറയാനില്ല. അതേപോലെ തന്നെ ആ സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അതായത് വിദേശ സഹമന്ത്രിയൊക്കെ ആയിട്ടായിരുന്ന ടീം. ആ ടീമും ചിദംബരത്തിന്റെ മകനും കൂടെ കൂടിയിട്ട് വലിയൊരു ഐകെയറിന്റെ വലിയൊരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആംബുലൻസ്, ഐകെയർ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. അവർക്കൊക്കെ ഷെൽ കമ്പനിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു മൊത്തം. ഇവന്മാരൊരിക്കലും എത്താത്ത ഒരു കാര്യമായിരുന്നു 2014 ഈ പറയുന്ന മോദിയുടെ ഭരണം. ഇതിന്റെ എല്ലാം പുറകിൽ അജിത് ഡോവലിനെ പോലെയുള്ള ഈ നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള വളരെ പാട്രിയോട്ടിക് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഈ സിസ്റ്റത്തിന്റെ ഇടയ്ക്ക് ഒരു ഇത് ക്ലിയർ ചെയ്തെടുക്കാനുള്ള ഒരു സമയമുണ്ട്. ആ സമയം ഇപ്പോൾ വന്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ പറയാ, ശരിക്കും പറഞ്ഞ ഒരു അനുഗ്രഹമായിട്ട് കാണണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം വെച്ചാൽ ഇവരെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പുറത്തും പറഞ്ഞ ആ ബില്ലും കൂടെ വന്നാൽ നമ്മള് ഈ രാജ്യം എവിടെ പോയി നിൽക്കും? അതായത് വിദേശ രാജ്യവുമായിട്ട് ചേർന്ന്, പാകിസ്ഥാൻ പോലെയുള്ള വിദേശ രാജ്യവുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഭരണാധികാരികൾ ചിലരെങ്കിലും, പക്ഷെ അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. പ്രണബ് മുഖർജിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിന്നയാളല്ല. പ്രണബ് മുഖർജി അന്ന് ഇന്ത്യയിൽ പാകിസ്ഥാന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പ്രണബ് മുഖർജി പറഞ്ഞു കൂടും കൊടുത്തെടുത്ത് സ്ഥലം വിടാന്ന് പറഞ്ഞു. മറ്റൊരു അതിലെ ചില ആൾക്കാർ പ്രണബ് മുഖർജിയോട് പറഞ്ഞു, നിങ്ങൾ ഇയാളുമായിട്ടൊരു മീറ്റിംഗ് നടത്തും, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. പ്രണബ് മുഖർജി നത്തിങ് ഡൂയിങ്, യു ഷുഡ് ഗോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന് പാകിസ്ഥാന്റെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ട് ഇവനെ ഇവിടുന്ന് രാജ്യനാമാനം പറത്തിയ പ്രണബ് മുഖർജിയാണ്. അതുകൊണ്ട് തന്നെയാണ് 2010 ശേഷമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, പ്രണബ് മുഖർജിനൊക്കെ ഒതുക്കി പണ്ടാരടക്കി കളഞ്ഞില്ലേ? അത് എന്തിനാ? അത് നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. അതായത് എത്ര പൈശാചികമായിട്ടുള്ള ഒരു ചിന്തയാണെന്ന് ആലോചിച്ചു. ഒരു രാജ്യത്തെ മുടിച്ച് തേച്ച് കഴുകാനുള്ള ഇമാരി ഈ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യാതൊരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ദൈവം സഹായിച്ച് 2014 ഒരു മാറ്റം വന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.